ബീഹാർ ഇലക്ഷനിൽ വൻ അട്ടിമറി നടക്കുന്നുവെന്ന് കെ.സി. വേണുഗോപാലിൻ്റെ ആരോപണം. നിയമപരമായി നേരിടുമെന്നാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. കെ.സി. വേണുഗോപാലിൻ്റെ വാക്കുകൾ. ആർക്കും വിശ്വസിക്കാവുന്ന റിസൾട്ടല്ല ബീഹാറിൽ വന്നിരിക്കുന്നത്. ബീഹാറിലെ ജനങ്ങളത് വിശ്വസിക്കുന്നില്ല, പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നില്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികളും അലയൻസ് പാർട്ടികളും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളിതിനെ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 17C ഫോം അടക്കം എല്ലാ ബൂത്തുകളിൽ നിന്നും എടുക്കുകയാണ്. തേജസ്വി യാദവുമായിട്ടും അതുപോലെ തന്നെ ദിബാങ്കർ ഭട്ടാചാര്യമായിട്ടും അതുപോലെ മറ്റ് അലയൻസ് പാർട്ട്നേഴ്സുമായിട്ടൊക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് ഒരു കൃത്യമായിട്ടുള്ള എവിഡൻസുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. അല്ല, വോട്ട് കൊള്ളയാണെന്നല്ല. നമ്മൾ ഹരിയാനയിൽ ഇത് പറഞ്ഞപ്പോൾ അന്ന് ആരും വിശ്വസിക്കില്ല. ഹരിയാനയിൽ നമ്മൾ പരാജയപ്പെട്ടപ്പോൾ ഞങ്ങളിത് പറഞ്ഞതാണ്. ഇത് വ്യക്തമാണ്. 19 ഇലക്ഷൻ കേസുകൾ ഇപ്പോൾ അവിടെ ഉണ്ട്, കോടതികളിലുണ്ട്. നിങ്ങൾ പറഞ്ഞ കോടതികളിൽ 19 ഇലക്ഷൻ കേസുകൾ ഹരിയാനയിലേക്ക് അപൂർവങ്ങളിൽ അപൂർവമല്ലേ ഒരു സ്റ്റേറ്റിൽ 19, അതും ചെറിയ സ്റ്റേറ്റ് ഹരിയാനയിൽ. തീർച്ചയായും വീണ്ടും രാഹുൽ ഗാന്ധിയുടെ ഒരു വാർത്താ സമ്മേളനം വരും എന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ വീഴ്ച തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. എന്തൊക്കെയാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്? അബ്ദുൾ റഷീദ്. കഴിഞ്ഞ ദിവസം ബീഹാറിലെ ഫലം പുറത്തു വന്നപ്പോഴാണ് കോൺഗ്രസ് വലിയ തോതിൽ വീഴ്ചയിലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 60 സീറ്റ് മത്സരിച്ചെങ്കിലും 6 സീറ്റ് മാത്രം നേടാനാണ് കോൺഗ്രസിന് ആയത്. ഇതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ കോൺഗ്രസ് നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തത്. എന്തായാലും 1 മണിക്കൂറോളം ചേർന്നിട്ടുള്ള യോഗത്തിന് ശേഷമായിരുന്നു ഇത്തരത്തിൽ കെ.സി. വേണുഗോപാലിൻ്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ബീഹാറിൽ നടന്നിട്ടുള്ളത് മഹാരാഷ്ട്രയിലെയും അതോടൊപ്പം തന്നെ ഹരിയാന തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള സമാനമായിട്ടുള്ള വോട്ട് കൊള്ള തന്നെയാണ്. ബീഹാറിലെ പരാജയം അത് മറ്റു ഘടകകക്ഷികളിലെ പാർട്ടികൾക്ക് പോലും വിശ്വസിക്കാനാവാത്ത സാഹചര്യമാണ് ഉള്ളത്. JDU പോലും ഇത്തരത്തിൽ വിട്ടുനിൽക്കുകയാണ്. അതായത് NDA സഖ്യത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെങ്കിൽ പോലും സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ റിസൾട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കടുത്ത ആരോപണം കൂടി അദ്ദേഹം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യ സഖ്യം പ്രത്യേകം അന്വേഷണ കമ്മിറ്റിയെ രൂപീകരിക്കുകയും വോട്ട് കൊള്ളയും അതോടൊപ്പം തന്നെ ഈ വോട്ട് നഷ്ടപ്പെട്ടത് എവിടേക്കാണ്, ഈ തോൽവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് കൃത്യമായി അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ തവണയും ഇത്തവണയും വലിയ പരാജയത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരേ മണ്ഡലങ്ങളിലടക്കം പരസ്പര മത്സരങ്ങളൊക്കെ തന്നെയും നടന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ 6 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിന് നേടാനാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും മുന്നണി സമവായങ്ങൾ ഒന്നും തന്നെ കോൺഗ്രസ് പാലിച്ചിരുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ മറ്റു മറ്റു ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കോൺഗ്രസിൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശത്തിന് കെ.സി. വേണുഗോപാൽ തയ്യാറാവുകയും ചെയ്തിട്ടില്ല. എന്തായാലും ഈ വിഷയം ഇന്ത്യ മഹാസഖ്യം കൃത്യമായി വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രശ്നങ്ങൾ, വിശ്വാസ്യതയില്ലായ്മ, ഇത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ബീഹാർ പരാജയത്തിൽ കോൺഗ്രസ് കാണുന്നത് എന്നാണ് കെ.സി. വേണുഗോപാലിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് നൽകിയത്.